ആലുവ ഇത്തവണ LDF പിടിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ്. കോൺഗ്രസിൽ നിന്ന് ജില്ല മാറി മത്സരിച്ചവർക്ക് വേണ്ടി പ്രവർത്തിച്ച അൻവർ സാദത്ത് തന്റെ ജില്ലയെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കേണ്ടെന്നും ആരിഫ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് സഹിന ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൊതുവെ UDF മണ്ഡലമെന്നാണ് ആലുവ അറിയപ്പെടുന്നത്. പക്ഷേ ഇത്തവണ ആലുവ പിടിക്കാൻ ഇടതുമുന്നണി കളത്തിലിറക്കുന്നത് AM ആരിഫിനെ തന്നെയാണ്. ആരിഫ് മുൻപും ഒരു വെല്ലുവിളിയായിരുന്നു. അദ്ദേഹം അങ്ങ് ആദ്യമായി മത്സരരംഗത്തേക്ക് വരുമ്പോൾ അന്ന് ഗൗരിയമ്മയായിരുന്നു. അത് കനത്ത UDF കോട്ടയായിരുന്നു. ആലുവയും അങ്ങനെ തന്നെയാണ്. തുടർച്ചയായി ബഹുമാനപ്പെട്ട ഗൗരിയമ്മ 17,000-18,000 വോട്ടിന് ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ആ മണ്ഡലത്തിലേക്കാണ് LDFും CPMും എന്നെ നിയോഗിച്ചതനുസരിച്ച് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്ന് അരൂരിൽ മത്സരിച്ചത്. അൻവർ സാദത്ത് കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി വിജയിച്ചു കയറുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ അതിലേ പറഞ്ഞത്, ഇപ്പോൾ അൻവർ സാദത്ത് ഉൾപ്പെടെ പോയി പാലക്കാട് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടൻ പാലക്കാടുകാരനാണോ? പാലക്കാടുകാരനല്ലല്ലോ. പാലക്കാട് നിന്ന് ജയിച്ച ഷാഫി പറമ്പിൽ പോയി പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് അവിടെ ജയിച്ചത് കണ്ണൂർ പോയി മത്സരിച്ചില്ലേ? അപ്പം അങ്ങനെയല്ല, നമ്മൾ ഓരോ ഫിഗറുകളുണ്ട്. ആ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഴിവുകളുണ്ട്, കഴിവ് കുറവുകളുണ്ട്, അതുപോലെ സാധ്യതകളുണ്ട്, സ്വീകാര്യതകളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളിൽ ഒരു പ്രത്യേകത എൻ്റെ കൂടി ഒരു സംഭാവന. LDFും പാർട്ടിയുമാണ് എല്ലാം ചെയ്യുന്നതെങ്കിലും ഞാനും കൂടി അതിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ടാക്കാൻ വേണ്ടി ഇടപെടാറുണ്ട്. ആ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. സമയം കുറവാണ് എന്നുള്ളൊരു പരിമിതിയുണ്ട്, എന്നാലും ഉണ്ടാവും. അതുപോലെ തന്നെ തീർച്ചയായും ആലുവയുടെ വികസനത്തിനും വിജയിക്കുന്നതോടുകൂടി ഒരു നല്ല പദ്ധതി ഉണ്ടാവും. എന്താ G. സുധാകരന് സംഭവിച്ചത്? അതൊരു വലിയ രാഷ്ട്രീയ അപജയം എന്ന് അല്ലാതെ വ്യക്തിപരമായ അപജയം. ഒരിക്കലും അദ്ദേഹത്തിന് അതിങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു മനുഷ്യൻ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു അപജയത്തെ തീർച്ചയായും ജനം അത് തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ, അദ്ദേഹത്തെ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ ക്ഷീണിപ്പിക്കുക, എന്നിട്ട് അത് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്തിട്ട് ഇപ്പം മുന്നണി മാറി അദ്ദേഹം ഇത് ചെയ്യുക. അൻവർ സാദത്തിനെ പോലെയുള്ള ആളുകൾ നടത്താനുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇവിടെ ആളില്ലാഞ്ഞിട്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നു എന്നുള്ളതായിരിക്കും. ഇതിനൊക്കെ ഒറ്റ വാക്കിൽ എന്ത് മറുപടി പറയാൻ പറ്റും? അതായത് അവനവൻ ഇതുവരെ ചെയ്ത പ്രവർത്തികളുടെ തികച്ചും എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ പോയി പ്രവർത്തിച്ച ആൾ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിപ്പിക്കാൻ പോയി പ്രവർത്തിച്ച ആൾ, ഇപ്പോൾ സാദത്തിന് വേണ്ടി കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ ലിജുവിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന കോൺഗ്രസ്സുകാർ, അവരെ എല്ലാം കളിയാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവരെ കളിയാക്കരുത്. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. ആ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്താകില്ല എന്ന് തന്നെയാണ് AM ആരിഫ് പറഞ്ഞു വയ്ക്കുന്നത്.